അങ്ങനെ അമൃത ദേശായി വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. നിങ്ങളെയൊക്കെ കാണാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഞാനും ഇതെന്റെ രണ്ടാം ജന്മം അമ്മ. ഇപ്പൊ എല്ലാ മാസം ഓരോ രണ്ടാം ജന്മം ഉണ്ടല്ലോ. ആർക്കും പെട്ടെന്ന് എത്താൻ കഴിയാത്ത സ്ഥലമായിരുന്നു. അവിടെ ചെന്നെത്തുക അസാധ്യം. ഓ, എന്നിട്ട് നിങ്ങൾ എങ്ങനെ അവിടെ എത്തി? ശീതൾ പോയിസൺ ഇഞ്ചക്ട് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അയ്യോ അഭിഷേക് കാറിൽ വെച്ച് അർജുനോട് മുത്തശ്ശീനൊന്നും പറഞ്ഞ് പേടിപ്പിക്കണ്ടട്ടാ അർജുൻ, ഞാൻ ഏറ്റു. അയ്യോ ഈശ്വര, ഈ അർജുന്റെ ഒരു തമാശ മുത്തശ്ശിക്ക് പറ്റാക്കൊന്നും കത്തേനെ. എന്നെ ഓരോ തവണ അവൾ പ്രഹരിക്കുമ്പോഴും ഈശ്വര എന്ന് മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തൊരു തള്ളന്റെ അമൃതേ, പ്രഹരിച്ചപ്പ എന്നൊന്ന് വെറുതെ വിട പ്ലീസ്, ഞാൻ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു കരഞ്ഞ ആളാണ് ഇപ്പൊ തള്ള. നോക്ക്, സകല ദൈവങ്ങളെയും വിളിച്ചു. അതുകൊണ്ട് എനിക്ക് ജീവനോട് തിരിച്ചെത്താൻ പറ്റിയത്. അർജുൻ ഇത്രയും മല കയറി വന്ന് ഞാനിപ്പോ പൊട്ടനാ. എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അവള് മടങ്ങി വരുമെന്ന്. ഉവ്വ, എന്റെ കുഞ്ഞിനെ നാളെ തന്നെ ഡോക്ടറെ കൊണ്ട് കാണിക്കണം. ഇന്ന് കാണിക്ക്. ദേശായി കുടുംബത്തിന്റെ ജീവനാ അവളുടെ വയറ്റിൽ വളരുന്നത്. അപ്പോഴേക്കും കൊച്ചിന് ജീവൻ പേരിട്ടാ. വർഷ ഇതെവിടെയാണ്? അല്ല മോളെ, ഈ അജ്ഞാതവാസം അവസാനിപ്പിക്കാൻ സമയമായില്ലേ? വൈദ്യബൈ യുദ്ധഭൂമിയിൽ ആരോ ഒരു പുതിയ പെടൻ. ആ അലക്സ് വന്നു. അലക്സ ഇവനെ കണ്ടറിയുമ്പോ ഭയങ്കര കോഴിയാന്ന്. ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ വീട്ടിൽ കിട്ടിയിട്ട് വെറുതെ കളയാന്ന് പറഞ്ഞ ശരിയല്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലെ? ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഇതൊക്കെ കാണാൻ. എന്നെ ഒരുപാട് സ്നേഹിച്ച് കൂടെ കൊണ്ടുപോയി അവളെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു പോയി. സത്യത്തിൽ അവൾ എന്നെ വിശ്വസിപ്പിക്കായിരുന്നു. വിശ്വസിപ്പിക്കാൻ എളുപ്പല്ലേ, കാരണം നീ വണ്ടിയാണല്ല. എന്റെ വയറ്റിൽ ഒരു കുഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ അവൾക്ക് മടക്കി കൊടുത്തേനെ. ഇതെന്താ ഫ്ലിപ്കാർട്ട് റിട്ടേൺ പോളിസി ഒക്കെ ഉണ്ടാവാൻ? എന്റെ മനസ്സ് ശീതളിലേക്ക് ചാഞ്ഞിട്ടില്ല. നീയും എന്നെ സംശയിച്ചിട്ടില്ലേ? ഇല്ല, പിന്നെ കല്ല് വെച്ചതോണ. പക്ഷെ എനിക്ക് ഭയമായിരുന്നു. അതിനെയാണ് ഞങ്ങളൊക്കെ സംശയം എന്ന് പറയാ. ഈ ജന്മത്തിൽ എനിക്ക് വേണ്ടിയാ അവളെ കൈവിട്ടത്. അടുത്ത ജന്മം അവളെ എടുത്തോട്ടെ. എന്റെ ദൈവമേ, അമൃതനെ ഞാൻ നന്മ മരുന്ന് ഇങ്ങോട്ട് പ്രഖ്യാപിക്കാൻ പോവാ. ഈശ്വരൻ തന്ന ഈ ജന്മം നമുക്ക് സന്തോഷമായിട്ട് കൊണ്ടാടാം, ഒരു ഉത്സവം പോലെ. അപ്പൊ ആനേനും കൊട്ടുകാരെ കേൾപ്പിക്കണ്ടേ? ദേ അമ്മ, കള്ള സമ്മതിക്കൂല. ഞാൻ കരുതി കിടന്നു കാണുമെന്ന്. ഡോറ് തുറന്നെടുക്കുന്ന കണ്ടിട്ടാ ഞാൻ കയറിയത്. ഡോറ് തുറന്ന് കിടക്കാണെങ്കിൽ കിടന്നിട്ടില്ല പറഞ്ഞൂടെ? വർഷ കണ്ടെത്തണം. ഓക്കെ, കണ്ടുപിടിക്കാം. തന്നെ കാണുമ്പോ അറിയാം, ശരീരമൊക്കെ നന്നായി തുടുത്ത് നല്ല ഗ്ലാമറായി. നിന്റെ ചാട്ടം കേട്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. തന്റെ അഭിഷേകം എങ്ങനെയാ? ലവിങ് ആണോ? ഇയാള് കുറെ നേരം അതിലെ തുടങ്ങിയിട്ട് അയാളുടെ ഒരു ലവിങ് ആണ്. അടിച്ചാണ്ടില്ല. തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നീ ആള് കൊള്ളാലോ ചെറുക്ക. സോഫിയ ഞാൻ എന്റെ ഹൃദയത്തിലാണ് കൊണ്ടു നടക്കുന്നത്. അതെന്തിനാ ചേട്ടാ ഈ ഹൃദയത്തിൽ കൊണ്ടു നടക്കണേ? എന്റെ സോഫിയുടെ ജീവിതം തകർക്കരുത് പ്ലീസ്. ഓ, ഇയാളെ കെട്ടിയപ്പോ തന്നെ എന്റെ പാവ സോഫിയുടെ ജീവിതം പോയി. ആരുടെ സോഫി? എന്റെ എല്ലാവരുടെ. അവള് പറഞ്ഞതെല്ലാം നീ വിശ്വസിച്ചു അല്ലേ? കൃഷ്ണകുടി എന്നൊരു ക്ഷേത്രം ഉണ്ടെന്നവരെ നിങ്ങൾ വിശ്വസിച്ചില്ല. പൈസയും കൊടുത്ത് രാത്രി വരെ ഭജന ഇരിക്കാൻ പറഞ്ഞ് വിട്ട ആൾക്കാരാണ്. വൈകുന്നേരം വരെ എന്റെ ഒപ്പം ഇരിക്കാന്ന് പറഞ്ഞതല്ല. ഓ, അപ്പൊ അടുക്കളയിലേക്ക് പൊക്കോ. അമൃത പഴയതുപോലെ സ്മാർട്ടായി. ആണോ? ഇതാണ് സ്മാർട്ട്. നിങ്ങൾ പഠിച്ച കള്ളന. എത്രാം ക്ലാസ്സിൽ പഠിച്ച്? അലക്സ് കൈയെടുക്ക. നടേശൻ കൈവച്ചാൽ എടുക്കാൻ ഇത്തിരി വൈകും, ഒരു അരമണിക്കൂർ. ഇതാരീ ചേച്ചിമാര് സാരി കൊടുത്തിട്ട് വരുന്നേ? എന്റെ പൊന്നോ, ഈ സീരിയലിൽ തല ഒന്ന് പതുക്കെ ചെന്നിടിച്ച പൈസ വർഷ പണി പാളി. വർഷേ ഇറങ്ങി പോവാടുന്നു. ആരാ? ഞാൻ സോഫിയുടെ ഫ്രണ്ടാ. വർഷം മുങ്ങുന്നു. ചേച്ചി സീൻ തന്നെ. ദേശായ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് വിളിച്ചാൽ മാത്രം പോയാൽ മതി. വർഷ നേരെ മായാവതിയുടെ അടുത്തെത്തുന്നു. എന്റെ പൊന്നു വിളിച്ച പോലീസ് വിളിച്ചാ പോവാമോ? വർഷം നടന്നതൊക്കെ മായാവതിയോട് തത്തമ്മ പറയണ പോലെ പറയും. പോലീസിൽ കീഴടങ്ങിയാലോ? അയ്യോ അത് വേണ്ട. വേണ്ട വർഷേ വേണ്ട, നമുക്ക് പിടി കൊടുക്കാം. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താണ് ഗുഡ് ന്യൂസ്? വർഷം ലാൻഡ് ചെയ്തിരിക്കുന്നു. അമേരിക്കയിലാണല്ലോ പോയ ലാൻഡ് ചെയ്തെന്നറിയത്. അവളെ വേഗം വിളിച്ചോണ്ട് വരണം. എന്നാ പോ. നീ പോണ്ട, അഭിഷേക് പോണം. അഭിഷേക് നിങ്ങൾ പോയി വിളിക്ക്. എന്നോട് വിളിക്കാനാ? എനിക്കത് നാണില്ലേ? എന്നെ അറിയാത്ത അവളെ ഞാൻ അവിടെ എന്തിനാ പോയി വിളിക്കുന്നത്? അവക്ക് വേണമെങ്കിൽ വരട്ടെ. ഓക്കെ, വിളിക്കണ്ട, നല്ല കാര്യം. വർഷ ഞാൻ തെറ്റ് പറയില്ല. ഓ, എന്നിട്ടാണ് നിങ്ങൾ അവളെ ഇറക്കിട്ടെ. സോഫി നെക്സ്റ്റ് ഡേ സോഫി വർഷേനെ അന്വേഷിച്ച് വരും. വർഷയാണെങ്കിൽ പേടിച്ചിരിക്കുക. ഈശ്വര, എന്നെ പോലീസ് പിടിക്കുവോ? അലക്സ് മരിച്ചിട്ടൊന്നുമില്ല. സത്യം പരമാർത്ഥം പോകും. രണ്ടാം ജന്മമാണ് സോഫി, രണ്ടാം ജന്മം. കുറച്ചു സമയം ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. റെസിഡൻസ് അസോസിയേഷൻകാര് ആശുപത്രിയിലാക്കി. രക്ഷപ്പെട്ട്. മരിക്കാത്തതില്ല ഇപ്പൊ എന്റെ ദുഃഖം. ശരി, ഞാൻ ജയിലിൽ കയറിക്കൊണ്ടിരുന്നില്ലേ? ജോലിക്കായി ഒരു സെർവന്റിനെ നിർത്തിയിരുന്നു. ആണോ? അവള് ഗർഭിണിയായപ്പോഴാ വിവരം അറിഞ്ഞത്. വർഷം അയാളുടെ അടുത്താണോടി നീ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോയേ കള്ളപ്പാ നീ. ഞങ്ങൾ വേർപിരിയാൻ തീരുമാനിച്ചു. നല്ല തീരുമാനം. സോഫിക്ക് അല്ലെങ്കിൽ അലക്സ് മാച്ച് അല്ല. സോഫിക്ക് ഒരു ജീവിതം അല്ല, ജീവിതം കൊടുക്കാൻ വേറെ ആരെങ്കിലും നമുക്ക് സീരിയൽ സെറ്റ് ആക്കാന്ന് പറയായിരുന്നു.
ഈ നിൽക്കുന്ന ആളെ നിനക്ക് പരിചയമുണ്ടോന്ന് നോക്ക്. സോഫി പോയി കഴിയുമ്പോ അഭിഷേക് വരും. ഊർമിള വന്ന് മാപ്പ് പറയണം, എങ്കിലേ ഞാൻ വരും. വർഷ പറയും ഞാൻ വരില്ല, വരണമെങ്കിൽ ഉമർല ദേവി ഇവിടെ വന്ന് എന്നോട് മാപ്പ് പറയണം. ഇളമയെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചിട്ട് നീ വരണ്ട. ഓ റിയലി? പക്ഷേ ഇതിന് നീ വലിയ വില കൊടുക്കേണ്ടി വരും. എന്താ ഇത് പുകവലിയ? എന്റെ തീരുമാനം അവള് വരണ്ടെന്നാ. എന്റെ ഇളയമ അറിയരുത്. ഇല്ല, നീ പറ. ഓക്കെ, ആരും അറിയില്ല മല്ലയ്യ. ഇളയമ അവിടെ ചെന്ന് പരസ്യമായിട്ട് മാപ്പ് പറയണം. ഊർമിള മാപ്പ് പറഞ്ഞിട്ട് അവൾ ഈ വീട്ടിലേക്ക് വരണ്ട. ആ അഭിഷേക് വന്നോ? അഭിഷേകെ, നീ പറയുന്ന നുണയാണെന്ന് എനിക്കറിയാം. പിന്നെ CBI ആയി കണ്ടുപിടിച്ച്. മായാവതിയും വർഷയും ഞാൻ പഠിച്ചിടത്തോളം മറ്റാരും പഠിച്ചിട്ടുണ്ടാവില്ല. അതാ സിവിൽ സർവീസ് എക്സാം ആണല്ല. ഊർമിള വന്ന് പരസ്യമായി മാപ്പ് പറഞ്ഞാൽ അവളെ വിടാമെന്ന് പറഞ്ഞു. വണ്ടർഫുൾ ഉമ്രു, വണ്ടർഫുൾ. അങ്ങനെ പറഞ്ഞിട്ടില്ല. അഭിഷേക് ജോത്സ്യനാണ്. അമൃതേ വാ. അഭിഷേക് കീ. ഉമ്രുവിന് മുമ്പ് അമൃതയും അർജുനും കൂടി വർഷാനെ വിളിക്കാൻ വേണ്ടിട്ട് ഒരു പ്ലാൻ എടുത്തു. നമ്മുടെ ആവശ്യത്തിന് വന്നിരിക്കുന്ന ഓർമ്മ ഉണ്ടായിരിക്കണം. ഓർമ്മയുണ്ട്. വല്യമ്മയുടെ വർത്താനം കേട്ടാ ശവം വരെ എഴുന്നേറ്റ് തള്ളും. എന്നിട്ട് എന്താ അമൃത ഇതുവരെ തല്ലാത്തെ? ദേശായി കുടുംബത്തിലെ യുവരാജാവും യുവറാണിയും. യുവരാജ എന്ന് പറഞ്ഞിട്ട് അർജുനാണല്ല. അമ്മ വന്ന് നിന്നോട് മാപ്പ് പറയാനോ? നീ ആരടി? യോ എന്തൊരു സ്നേഹം. പണ്ട് അമ്മേനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ വേണ്ടി TV ചാനലിൽ കയറിയെന്ന് കുറ്റം പറഞ്ഞ ആളാണ് ഈ അഞ്ജു. ചേച്ചി ഒരു നിമിഷം, എനിക്കൊന്ന് സംസാരിക്കാനുണ്ട്. അമൃത വർഷേനെ മാറ്റി നിർത്തി സംസാരിക്കും. എനിക്ക് തോന്നുന്നു മറ്റേ കല്യാണം മുടങ്ങിയ CD കാര്യം പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്ത് കൊണ്ടുവരുന്ന ഈ മനോഭാവം ചേച്ചി എങ്ങും കൊണ്ടെത്തിക്കാത്തത്. നിന്നെ കുറെ എത്തിച്ചൂല. ഈ വർഷം എന്നും ഇങ്ങനെ മായാവതി പറയുന്നതും കേട്ട് കഴിഞ്ഞാൽ എങ്ങനെയാ? ഇവര് കുറ്റം പറയണ്. ഇവര് ഉമർല ദേവി പറയണായിട്ടാ ജീവിക്കണേ. എന്നിട്ട് അവളെ കുറ്റം പറയണ്. എടാ എന്റെ വീട്ടിലെ പാത്രം കഴുകണ സാധനം കാണാനില്ലടാ, നീ കണ്ടാ? ഉമ്മറെടുത്ത് തലയിലിട്ടുണ്ടായി. വെച്ച അർജുനും അമൃതയും അവളെ വിളിക്കാൻ പോയിട്ടുണ്ട്. അത് ശരി. തോറ്റു വന്നിരിക്കുന്നു നമ്മുടെ മോൻ. ഇത്രയും വീട്ടിലായി പോയോ അർജുൻ നീ? അർജുൻ അമ്മ ശവത്തി കുത്തരുത്. ഞാൻ കുത്ത, എനിക്ക് ഭയങ്കര ഇഷ്ടാ. ആന്റിയുടെയും വർഷയുടെയും മുന്നിൽ തലമുണിക്കാൻ ഇളമ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. ഉമ്രു യെസ്, ഇതായിരുന്നു എനിക്ക് വേണ്ടത്. ഇപ്പൊ അഭിഷേക് എന്റെ സൈഡായല്ലോ. ഇനിയിപ്പൊ ഞാൻ അവളോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഊർമിള ഇവിടെ വരണം. ഞാൻ വന്നു കഴിഞ്ഞു. അങ്ങനെ ഉമ്രു വർഷേനെ വിളിക്കാൻ വേണ്ടിട്ട് പോകും. ഞാൻ നിന്നോട് ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കുന്നു. ഓക്കെ, നല്ല മാപ്പ്. പാവം എന്റെ ഉമ്രു വർഷയുടെ മുമ്പിൽ പോയി മാപ്പ് പറഞ്ഞു. മാപ്പ്. ക്ഷമിക്കണം. കാര്യം ഉമ്രുവിന്റെ ഭാഗത്താണ് തെറ്റെങ്കിലും ഉമ്രു മാപ്പ് പറയുന്നത് ഞങ്ങൾ ഉമ്രു ഫാൻസിന് ഇഷ്ടമല്ല. എന്റെ മുമ്പിൽ മാപ്പ് പറഞ്ഞു ദേശായി കുടുംബത്തിൽ ആരും അറിയാൻ പാടില്ല. ഓക്കെ, നിന്റെ എല്ലാ ഡിമാൻഡും ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ഞാനുമായി ഒരു ബന്ധവുമില്ലെന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയണം. അല്ലേലും ബന്ധമൊന്നുമില്ലല്ലോ, പിന്നെ എന്നിട്ട് ബന്ധം? ശിരസറക്കാൻ വേണ്ടി ഞാൻ എന്റെ വാളിന്റെ മൂർച്ചയൊന്ന് കൂട്ടുകയാണ്. ഓ വാവ്. യുദ്ധം എനിക്ക് എന്നും ഇഷ്ടമാണ്. ഞാൻ ക്ഷത്രിയരോടെ യുദ്ധം ചെയ്യും. നീ എന്റെ മുന്നിൽ കാലാൾപ്പട പോലും അല്ല. ബാഹുബലിയിൽ എഴുതോ ഇങ്ങനെ ഡയലോഗ്? സൂപ്പർ. വാളെടുത്ത് എന്റെ നേരെ വീശുമ്പോൾ അത് നിന്റെ കഴുത്തും കൊണ്ട് പോവാതിരിക്കാൻ നോക്കണം. ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എനിക്ക് എത്രയും പെട്ടെന്ന് കാണണം. കിട്ടില്ല സ്ക്രിപ്റ്റ് റൈറ്റർ. അമ്മ ഇവിടെ എവിടെയും കാണുന്നില്ല. കാണാനില്ല എന്നാ? ഈ വീട്ടിൽ എല്ലായിടത്തും നോക്കി കാണുന്നില്ല. എന്റെ പൊന്നമൃത, അപ്പൊ നീ പുറത്ത് നോക്കിയില്ല? ഉമ്മള ദേവിയിലെ പുറത്തു നിൽക്കണേ. അതുകൊണ്ട് ഞാൻ മാപ്പ് പറഞ്ഞില്ല. ഓക്കെ, അവളുമായിട്ടുള്ള എന്റെ ബന്ധം അവസാനിക്കുന്നു. ഓക്കെ. ഊർമിള ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് അവളുടെ വിചാരം. അങ്ങനെ ഉമറോട് എല്ലാവരും കുറ്റം പറയും. Really? അടുത്ത ദിവസം അടുക്കളയിൽ ഒരു കാഴ്ച. പച്ചക്കറി സാമ്പാറിനാണോ? അവിയലിന്. നിനക്ക് ഏതാ വേണ്ടത് അത് ചെയ്തോളൂ. അല്ല, ഉമ്മറു പണിയെടുക്കേ. നോം എന്തായി കാണുന്നേ? ഇഡ്ലി സിസിലിയെടുത്ത് ഉണ്ടാക്കി വെച്ചു, എന്നിട്ട് പുറമണിക്ക് പോരിക്കാം. സിസിലിയടത്തിയുടെ ലൈഫ് നല്ല ബെസ്റ്റ് ലൈഫ്. അമ്മയെ കൊണ്ട് അവള് മാപ്പ് പറയിച്ചു. പക്ഷെ നമ്മുടെ അഞ്ജലി അർജുനോടും അമൃതനോടും സത്യം പറയും. എന്റെ പ്രണയം 4G ലെവലിലേക്ക് ഉയർന്നിരിക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് അഭിഷേക് വർഷ റൊമാൻസ്. നിന്റെ ഈ പ്രണയത്തിന് ഞാനൊരു സമ്മാനം തരട്ടെ. ഉമ്മയാവും. ടാറിലേക്കുള്ള ഫ്ലൈറ്റിന് നമ്മൾ പറക്കുന്നു. ബാംഗ്ലൂർ, മൈസൂർ. ബാംഗ്ലൂർ, മൈസൂര്. വല്ല 1000 രൂപ പട്ടായിക്ക് പോടാ. ആ മതി. ഉമ്മയാ. അപ്പൊ മറക്കണ്ട, 4 മണി. ഓക്കെ ഓക്കെ, മറക്കില്ല. ഞാൻ പറക്കാൻ പോകുന്നു. മൈസൂർ, ബാംഗ്ലൂർ. ഈ ട്രിപ്പ് എങ്ങനെ പോയാലും മുടക്കും. നോക്കിക്കോ, കാരണം ഇവരേലും മൈസൂരും ബാംഗ്ലൂരും പോകാൻ ബഡ്ജറ്റ് ഇല്ല. പക്ഷേ ഊർമിളയ്ക്ക് തലവേദനയാണെന്ന് കേട്ടു. നീ ആ മരുന്ന് എടുത്തു കൊടുക്ക. എന്താ ഉമ്രുവിന് ഗുളിക എടുത്ത് കഴിക്കാനറിയില്ല? ബാക്കി എല്ലാം അറിയാലോ. എന്താ പക്ഷേ ഇത് ലൂസ് കോണ്ടാക്ട് തോന്നുന്നു. ലൂസ് കോണ്ടാക്റ്റാ? മിക്സിയാ? ഇതിനൊന്നും ഇലക്ട്രീഷ്യന്റെ ആവശ്യമില്ല, ഞാൻ ശരിയാക്കി തരാം. വർഷ ശരിയാക്കും. എന്റെ വീട്ടിലെ മിക്സി കടായപ്പോ വർഷാനെ വിളിക്കായിരുന്നു. പക്ഷേ സൂക്ഷിച്ചു വേണേ, അമ്മ പേടിക്കണ്ട. വർഷ ഇലക്ട്രീഷ്യൻ നന്നാക്കി ഞാൻ പ്രോത്സാഹിപ്പിക്കല്ലാരും. ബാംഗ്ലൂർ പോക്ക് എങ്ങനെ മുടങ്ങാന്ന് ഇപ്പൊ നിനക്കൊരു സൂചന കിട്ടിയില്ല? അത് തന്നെ. യോ ഊർമിളെ, മൊബൈൽ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കാം, ഞാൻ ഓഫ് ചെയ്തിട്ട് വരാം. നീ ഒന്ന് നോക്കിക്കോണേ. മൊബൈൽ ചാർജ് ചെയ്യണത് ഊരിയില്ലെങ്കിൽ മൊബൈൽ പൊട്ടിത്തെറിക്കില്ല. ഭയങ്കര പ്രശ്നമാ. ഇത് അടുപ്പത്ത് പാല് വെച്ചിട്ട് ഓടണ പോലെയാണ് അത് ഓടണേ. അടിച്ചു അമൃതയ്ക്ക് ഷോക്ക് അടിച്ചല്ലോ, വർഷയ്ക്ക് ഷോക്ക് അടിച്ചു.
അത് പൊളിച്ച്. എന്നെ എഴുന്നേപ്പിച്ച് നീ ഞാനുമായിട്ട് ഒരു ബന്ധമില്ല. അതിപ്പോ എന്താ എനിക്കാൻ പറ്റാത്ത? വർഷേ യോഗ ചെയ്യാ, അവളെ ശല്യപ്പെടുത്തണ്ട. അടുക്കളയിൽ യോഗ ചെയ്യുകയാന്ന് പറഞ്ഞപ്പോൾ വെള്ളം തൊടാതെ അത് വിശ്വസിച്ച് മധുവാണ് എന്റെ ഹീറോ. ഇന്ന് മൈസൂർ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ കണക്കിന് മൈസൂര് പോയിട്ടും വലിയ കാര്യമൊന്നും ഇല്ല. ദേടാ ഉമ്മുറിച്ചിരിക്കണ്. ആ സുലഭ നിമിഷമാണ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം.